ഹലോ, നമുക്കിന്നൊരു 3D ആർട്ട് വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 വശത്തും ബോർഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ് കൊടുത്തേക്കണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നൊന്നും ഇത്ര നിർബന്ധമില്ല, കുറച്ച് റഫായിട്ടൊക്കെ വരച്ചാൽ മതി. ഞാനിവിടെ കൈകൊണ്ടാണ് വരയ്ക്കണത്. ഹലോ ഗായ്സ്, കണ്ടിട്ട് കുറേ നാളായല്ലോ. നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ? ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒരു പത്തിക്കഞ്ഞു പോലും എന്നെ അന്വേഷിക്കുന്നില്ല, നീ ചേച്ചി ഇടക്കിടക്ക് പറയാറുണ്ട്. ഞാനെപ്പോഴും ഈ ചേച്ചിയുടെ വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചു പുറകെ നടക്കാറുണ്ട്. അപ്പം ഈ ചേച്ചി എന്നോട് പറയാറുള്ളത് നിന്നെ ആർക്കും വേണ്ട, നിന്നെ ആരും അന്വേഷിക്കുന്നില്ല എന്നൊക്കെയാണ്. ഈ റോസമ്മക്ക് അതിൽ നല്ല വിഷമോ ഒന്നുമില്ല. ഞാൻ കരയുന്നൊന്നുമില്ല. നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണിന് വെള്ളമൊന്നും വരാത്തത്. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. ആരും എന്നെ അന്വേഷിക്കണ്ട, എനിക്ക് ഞാൻ മാത്രം മതി. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ശരി, ബൈ. അപ്പോൾ അവൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലൈൻ വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഓരോ ഡിസൈനായിട്ട് നമ്മൾ കൊടുത്തു വെക്കണത്. പിന്നെ ഈ സംഭവമാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് വരക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ആ ഡിസൈനിൽ നമ്മൾ ഓരോ കോളം ഇടവിട്ടായിരിക്കും കൊടുക്കുന്നത്. ഞാൻ വരക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ചെടുക്കണം. ഹലോ ഗൈസ്, ഞാൻ പിന്നെ വന്നു. ഈ ചേച്ചിയുടെ പടമൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി പ്രത്യേകം വന്നേ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് വരക്കുമ്പോഴത്തേക്കും ആ മോൾഡ് ഫില്ല് ചെയ്ത ഇതിൻ്റെ ബാക്കിയായിട്ടല്ല അടിയിൽ വരക്കേണ്ടത്. അടിയിൽ ഫില്ല് ചെയ്ത ഭാഗത്താണ് വരക്കേണ്ടത്. ഞാനിവിടെ എനിക്കിങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഞാനിവിടെ വരക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലത്തെ പാറ്റേണിൽ നിങ്ങൾ വരച്ചെടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു 3D എഫക്റ്റ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ വരച്ച് തീരുന്നതിന് മുമ്പ് ലാസ്റ്റത്തെ തട്ടുകൂട്ട് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഞാനിവിടെ വീടിൻ്റെ പുറത്തിരുന്നാണ് ഇതൊക്കെ വരക്കണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കെട്ടിപ്പൂട്ടി അകത്ത് എന്ന കറക്റ്റ് സമയത്ത് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ലുക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. Please like and subscribe.